ജനങ്ങൾ പുറന്തള്ളിയ നിശബ്ദർ. 145 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ രാജ്യത്തിൻ്റെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ടുണ്ടാകുന്ന അനിഷ്ടങ്ങളെ പത്രമാധ്യമങ്ങൾ പർവ്വതീകരിച്ച് റേറ്റിനു വേണ്ടി നാട്ടിൽ വിളമ്പുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവ ഏറ്റുപിടിച്ച് വിദേശ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മുഖ്യധാരാ പ്രതിപക്ഷ നേതാക്കൾ ഭരണ നിയമ നിർമ്മാണ സഭയിൽ നടത്തുന്ന നെറികെട്ട കോലാഹലങ്ങൾ സാധാരണക്കാരായ വോട്ടർമാരെ വേദനിപ്പിക്കുന്നുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ സ്വയംകൃതമായ ഷാഡോ പ്രധാനമന്ത്രി ചമഞ്ഞ് നാടിൻ്റെ സ്വൈര്യത നഷ്ടപ്പെടുത്തലല്ല പ്രതിപക്ഷ നേതാവിൻ്റെ കടമ. ബജറ്റ് സമ്മേളനത്തിൽ ബജറ്റ് ചർച്ച നടത്താതെ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ച് അപകീർത്തിപ്പെടുത്താനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. ജനറൽ നരൻ ചെയ്ത നടപടി തെറ്റാണ് എന്ന് പറയാനല്ല പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. പകരം അദ്ദേഹത്തെ ന്യായീകരിക്കാനും പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ഉയർത്തിക്കാട്ടി പാർലമെൻറ്റിനെ അവമാനിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. പ്രതിപക്ഷ നേതാവിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. അത്തരം പെരുമാറ്റമാണ് ജനം ഇച്ഛിക്കുന്നത്. ശരികളെ ശരിയാണെന്ന് പറയാനുള്ള സമീപനവും കാണിക്കണം. ലോക ജനതയുടെ മുന്നിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തരം താഴ്ത്താൻ ശ്രമിക്കലല്ല ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം.